1 ഇയർ വെറുതെ നടക്കുമായിരുന്നു. ഞാൻ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടെ നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്തിനെപ്പറ്റി പഠിക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇതിനെപ്പറ്റി കണ്ടത്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഇവിടെ വന്ന് ഞാൻ പിന്നെ വന്ന് ചേർന്നപ്പോൾ എല്ലാം അടിപൊളി ഇഷ്ടപ്പെട്ട് ഞാൻ ജോയിൻ ചെയ്ത് ഒരു 1 മന്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ റിവ്യൂവിനായിട്ട് ഞാൻ ക്യാമറയ്ക്ക് മുമ്പ് ഫേസ് ചെയ്തിരുന്നപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്ന്. ഇപ്പം 8 മന്ത് കോഴ്സ് കഴിഞ്ഞ് എനിക്ക് ഉടനെ തന്നെ ഇപ്പം സോണിയ മാം മോക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞ് എനിക്കൊരു പ്ലേസ്മെൻറ്റിനായിട്ട് കൊച്ചിയിലൊരു കമ്പനി മീത ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ എനിക്ക് ഇൻ്റർവ്യൂ റെഡിയാക്കി തന്നു. അവിടെ പോയി നന്നായിട്ട് പെർഫോം ചെയ്ത് എനിക്ക് ഇൻറ്റേൺഷിപ്പ് 1 മന്ത് ഇൻറ്റേൺഷിപ്പോട് കൂടി പ്ലേസ്മെൻറ്റ് റെഡിയാക്കി കിട്ടി. ഞാൻ ഡിഗ്രി ഡ്രോപ്പ് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ കുറച്ച് നാൾ വെറുതെ നടന്ന ടൈമിലാണ് ഞാൻ ഇങ്ങനെ ഫ്രണ്ടിനോടും കാര്യങ്ങളെല്ലാം ചോദിച്ചാണ് ഞാൻ റിലയൻറ്റ് വന്നെത്തിയത്. അന്നേരമാണ് ലോജിസ്റ്റിക്സ് ഫീൽഡ് തിരഞ്ഞെടുത്തതും. പിന്നെ അവൻ പറഞ്ഞു തന്നു റിലയൻറ്റ് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എറണാകുളത്തെ. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫസ്റ്റ് 1 മന്ത് കുറച്ച് കൂട്ടുകാരൊക്കെ കിട്ടി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ നിന്ന് കിട്ടുക. ഔട്ട്ബോട്ട് ട്രെയിനിങ് വളരെ നല്ലൊരു ഇതായിരുന്നു. കുറേ കൂട്ടുകാരെ കിട്ടി, കുറേ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റി. പിന്നെ റിലയൻറ്റ് വന്നിട്ട് കുറേ മിസ്സുമാരൊക്കെ ആയാലും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. മിസ്സുമാരോട് നന്നായിട്ട് കമ്പനി ആകാൻ പറ്റി. പിന്നെ മിസ്സുമാരൊക്കെ ഭയങ്കര സപ്പോർട്ടീവാണ്. ഫസ്റ്റ് ടൈം ഒരു മോക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു കോഴ്സ് കംപ്ലീറ്റ് ആയ ശേഷം. പിന്നെ മോക്ക് ഇൻ്റർവ്യൂ കുറച്ച് ടഫായിരുന്നു. ഫസ്റ്റ് ടൈം ആയതിനാൽ എനിക്ക് കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പഠിച്ച കാര്യങ്ങൾ മറന്നുപോയി അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ സായി സാറും സോണിയ മിസ്സും സപ്പോർട്ട് ചെയ്ത് അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. എങ്ങനെയാണ് എൻ്റെ മിസ്റ്റേക്കും കാര്യങ്ങളെല്ലാം എനിക്ക് പറഞ്ഞു തന്നു. അവിടുന്ന് ഞാൻ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തു. പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സായി സാറിനോട് ചോദിക്കുകയും സാറ് പറഞ്ഞു തരും. പിന്നെ ബീന മിസ്സിനോട് ചോദിക്കുകയും ബീന മിസ്സ് പറഞ്ഞു തരിക. അങ്ങനെ ഹെൽപ്പ് ചെയ്ത് ഞാൻ നന്നായിട്ട് എൻ്റെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കിയും കുറേ ഇമ്പ്രൂവ് ചെയ്തു. അങ്ങനെ ഫസ്റ്റ് ഇൻ്റർവ്യൂ തന്നെ എനിക്ക് ചെന്ന് അവിടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. ഫസ്റ്റ് ടൈം തന്നെ എനിക്ക് പ്ലേസ്ഡ് ആകാൻ പറ്റി.